CA ഫൗണ്ടേഷൻ്റെ സെപ്റ്റംബർ 26 എക്സാമിലേക്കുള്ള ലോ പേപ്പറിൻ്റെ RTP ഡിസ്കഷനാണ് നമ്മളിവിടെ ചെയ്യാൻ പോണത്. ലോ എന്നുള്ള പേപ്പറിലൊക്കെ സ്പെസിഫിക്കലി നോ മാറ്റർ നിങ്ങൾ എത്ര ഇനിയിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ വെച്ച് ഫുള്ള് പഠിച്ചാലും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാതെ എക്സാം ഹാളിൽ പോകാൻ പാടില്ല. സോ ഇഫ് അറ്റ് ഓൾ യു ഫീൽ ലൈക്ക് നിങ്ങൾക്ക് ഇനിയിപ്പോൾ അതിന് മാത്രമുള്ള ടൈമോ കാര്യങ്ങളൊന്നും ഇല്ല തോന്നുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഒന്നിച്ചിരുന്നിട്ട് ഇതൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. സോ ദാറ്റ് യുൽ ബി ഫെമിലിയർ വിത്ത് ദ പ്രൊവിഷൻസ് ആൻഡ് നിങ്ങൾക്ക് ഇത് റിവിഷൻ ആയിട്ട് വർക്കൗട്ട് ചെയ്യുകയും ചെയ്യും. പ്ലസ് ഏതൊക്കെ ഏരിയാസ് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കുന്നുണ്ട്, അതിന് എങ്ങനെയാണ് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത്, നമ്മുടെ എന്ത് ആൻസറാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളതും ഒരു പിക്ചർ കിട്ടും. സോ ലെറ്റ് സ്റ്റാർട്ട്. ഈ സീരീസിൽ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് കോൺട്രാക്ട് ആക്ട്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. First question, yeah. R owns an electric store. He visited the store to buy a water purifier priced at 50,000 rupees. അപ്പോൾ ഇവിടെ നമ്മൾ ആറിൻ്റെ സ്റ്റോറാണ്, ആറ് സെല്ലർ, പി ബയർ. ക്വസ്റ്റ്യൻ കണ്ട സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് തോന്നുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലെ ക്വസ്റ്റ്യൻ ആണ്, കാരണം ഇങ്ങനത്തെ സിമിലർ ക്വസ്റ്റ്യൻ അവർ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നോക്കാം. He specifically requested R for a purifier with copper filter. P wanted to buy the purifier on credit with the intention of paying in 9 equal monthly installments. അപ്പോൾ 54,000 9 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിവൈഡ് ബൈ 9 എന്ന് പറയുമ്പോൾ 6,000 റുപ്പീസിൻ്റെ ഓരോ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ആർ ഡിമാൻഡ്സ് എ ഗ്യാരണ്ടർ ഫോർ ദ ട്രാൻസാക്ഷൻ. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ വാസ് ആസ് ഇഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, കോപ്പർ വയർ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ നിങ്ങൾ പ്രൊഡക്റ്റിൽ വേണ്ട സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായി, നിങ്ങൾ എന്താണ് വേണ്ടതെന്നൊക്കെ മെൻഷൻ ചെയ്തു എന്നുള്ള ഇങ്ങനത്തെ സിമിലർ ക്വസ്റ്റ്യൻ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ വന്നിരുന്നു. ബട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഗ്യാരണ്ടറിൻ്റെ ഡിമാൻഡ് ചെയ്യുന്നതോട് കൂടി കഥ മാറി. നമുക്ക് ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത്, ബട്ട് എക്സാമ്പിൾ പോലെ എപ്പോഴും മെൻഷൻ ചെയ്യണം എന്നില്ല. അൺലസ് ലാസ്റ്റ് സെൻറ്റൻസ് അവർ പറയാത്തോടത്തോളം കാലം, നിങ്ങൾ ഏത് ആക്ടിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആൻസർ ചെയ്യേണ്ടതെന്ന് പറയാത്തോടത്തോളം കാലം വിടുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്യാരണ്ടർ വേണമെന്ന് പറഞ്ഞുകൂടി ദിസ് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് ഇൻഡെംനിറ്റി, ഗ്യാരണ്ടി, ഗ്യാരണ്ടർ, ക്രെഡിറ്റർ, പ്രിൻസിപ്പൽ, ഡെറ്റർ, ഷുവർട്ടി, ആ കോൺസെപ്റ്റ്. S, a friend of P, came forward and gave guarantee for the payment of water purifier. അപ്പോൾ ഇവിടെ സംഭവിക്കണമെന്ന് വെച്ചാൽ R ഉണ്ട്, P ഉണ്ട്, ഇപ്പുറത്ത് S ഉണ്ട്. R ക്രെഡിറ്ററാണ്, ക്രെഡിറ്റിന് സാധനം വെക്കുകയാണ്, 9 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് P തരാമെന്ന് പറഞ്ഞത്. ഇയാൾ പ്രിൻസിപ്പൽ ഡെറ്റർ, ഇവിടെ S ഷുവർട്ടി അല്ലെങ്കിൽ ഗ്യാരണ്ടർ, അങ്ങനെ 3 പാർട്ടീസ്. P തന്നില്ലെങ്കിൽ ഞാൻ തരാമെന്ന് S ഗ്യാരണ്ടി നിൽക്കുകയാണ്. ഓക്കെ, R sold P a water purifier of the specific brand. P made payment of 4 monthly installments. After that, he became insolvent. Explain with reference to Indian Contract Act the liability of S as a guarantor to pay the balance price of water purifier to R. അപ്പോൾ എസിൻ്റെ ലാബിലിറ്റി എന്താണെന്നുള്ളത് 6,000 9 ഇൻസ്റ്റാൾമെൻറ്റ് അടക്കാമെന്ന് പറഞ്ഞാൽ 4 അടിച്ചു, അപ്പോൾ 24,000 അടിച്ചു. വാട്ടർ പ്യൂരിഫയറിൻ്റെ റേറ്റ് എത്രയായിരുന്നു? 54,000 ആയിരുന്നു. ഡിഫറൻസ് എമൗണ്ട് 30,000 ഇനി ആരടക്കേണ്ടി വരും? എസ് അടക്കേണ്ടി വരും. ഷുവർട്ടിൻ്റെ ലാബിലിറ്റി വി നോ ദിസ് കോൺസെപ്റ്റ് ആണ്. ഒരു കോ എക്സ്റ്റെൻസീവ് എന്നുള്ള സംഭവം ഉണ്ടായിരുന്നു. ഷുവർട്ടിയുടെ ലാബിലിറ്റി കോ എക്സ്റ്റെൻസീവ് ആണ്. എത്രയാണ് പ്രിൻസിപ്പൽ ഡെറ്ററിൻ്റെ ലാബിലിറ്റി അത്ര തന്നെയാണ് എൻ്റെ ലാബിലിറ്റി. പ്രിൻസിപ്പൽ ഡെറ്ററിൻ്റെ ഇനി ബാക്കിയുള്ള ലാബിലിറ്റി എത്ര? 30,000 ആണ്. അത്ര എമൗണ്ടാണ് ഞാനും ലാബിൾ ആവുക, കാരണം ഇയാൾക്ക് ഇനി അത് അടക്കാൻ പറ്റില്ല. What will be your answer if R sold the water purifier? The second part of the question ആണ്. ഇതിപ്പോൾ ആദ്യത്തെ പാർട്ട് നമ്മൾ പറഞ്ഞു. സെക്കൻഡ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ, R sold the water purifier misrepresenting that it was having copper filter while it was actually normal filter. Neither P nor S was aware of the fact. അപ്പോൾ ഇയാൾ ഇവിടെ പറ്റിക്കുകയാണ്, ഇത് കോപ്പർ ഫിൽറ്റർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് സാധനം കൊടുത്ത്, സാധാ സാധനം കൊടുത്ത്. പിക്കും അറിയില്ല, എസിനും അറിയില്ല. ഇൻ ദിസ് കേസ് എസിൻ്റെ ഗ്യാരണ്ടി മിസ്റെപ്രസെൻറ്റേഷൻ്റെ ബേസിസിലാണ് കിട്ടിയത്. ആൻഡ് മിസ്റെപ്രസെൻറ്റേഷൻ്റെ ബേസിസിൽ നിങ്ങൾക്കൊരു ഗ്യാരണ്ടി ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ആ ഗ്യാരണ്ടി എന്താവും? ഇൻവാലിഡ് ആവും. ഇയാൾ കൊടുക്കാൻ ലയബിൾ ആവില്ല. പറ്റിക്കുക ചെയ്ത്. റിമെമ്പർ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലല്ലേ ക്വസ്റ്റ്യൻ ചോദിക്കണം കേട്ടോ. കോപ്പർ ഫിൽറ്ററുള്ള വാട്ടർ പ്യൂരിഫയർ വേണം പറഞ്ഞിട്ട് കോപ്പർ ഫിൽറ്റർ ഇല്ലാത്ത സാധനം തന്നു, സെയിൽ വാലിഡ് ആവോ വോയിഡ് ആവോ, ബയറിന് എന്ത് റെമഡി, അതല്ല ചോദിക്കുന്നത്. എസ് ബീയിങ് ഗ്യാരണ്ടർ, അയാളെ ലയബിലിറ്റി എന്താവും എന്നുള്ളത് ചോദിക്കണം. Neither P nor S was aware of the fact, and upon discovering the truth, P refused to pay the price. In response to P's refusal, R filed a suit against S. അപ്പോൾ ഇവിടെ ഇൻസോൾവൻസിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഈ ട്രൂത്ത് പറഞ്ഞോട് കൂടി പ്രിൻസിപ്പൽ ഡെറ്റർ കൊടുക്കുന്നില്ല. അപ്പോൾ ഈ സെല്ലർ R എസിൻ്റെ എതിരെ കേസ് ഫയൽ ചെയ്തിട്ട് എമൗണ്ട് റിക്കവർ ചെയ്യാൻ നോക്കുകയാണ്. എക്സ്പ്ലെയിൻ ദ റെഫറൻസ് ടു ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് വെദർ എസ് വിൽ ബി ലയബിൾ ടു പേ ദ ബാലൻസ് എമൗണ്ട്. അപ്പോൾ ആ കേസിൽ ഇൻവാലിഡ് എന്നുള്ള കാറ്റഗറിയിൽ പോകും. അപ്പോൾ ഇവിടെ വി സ്റ്റാർട്ട് ദി ആൻസർ ആസ് പെർ സെക്ഷൻ നമ്പർ അറിയില്ല, ആസ് പെർ റെലവൻറ്റ് പ്രൊവിഷൻസ് ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ആക്ടിൻ്റെ പേര് എഴുതൽ കമ്പൽസറി ആണ്. ദ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഈസ് ഡിഫൈൻഡ് as a contract to perform the promise or discharge the liability of a third person. ഈ തേർഡ് പേഴ്സൺ നമ്മൾ എക്സാമ്പിളിൽ ആരാ? ഈ ബയർ P.
അതായത് ഇവർ തമ്മിൽ ഗ്യാരണ്ടി കോൺട്രാക്റ്റിൽ ഇയാൾ തേർഡ് പേഴ്സൺ എന്നുള്ള രീതിയിലാണ് വേർഡിങ്സ് പറയണത്. അപ്പോൾ പി തരാന്ന് പറഞ്ഞ ലയബിലിറ്റി ഞാൻ ഡിസ്ചാർജ് ചെയ്യുക, ആര്, ഷുവർട്ടി, നമ്മുടെ കേസിൽ എസ്. പെർഫോം ദി പ്രോമിസ്, എസ് തരാമെന്ന് പറയാണ്. ഇൻ കേസ് ഓഫ് ഇസ് ഡിഫോൾട്ട്, പിന്റെ ഡിഫോൾട്ടിൽ ഞാൻ പൈസ തരാം. ഇൻ ദിസ് കേസ് എസ് ഹാവ് ഗിവൺ ഗ്യാരണ്ടി for P's payment obligation towards R. When P defaulted after making 4 monthly installments and became insolvent, S liability as guarantor will come into existence. മറ്റേ ആൾ ഡിഫോൾട്ട് എടുത്ത് പിന്നെ ഞാൻ തരാൻ ലയബിൾ ആവും. പിന്നെ ദ ലയബിലിറ്റി ഓഫ് ഷുവർട്ടി ഈസ് കോ എക്സ്റ്റെൻസീവ്. നമ്മൾ കീവേഡ് ആണ്. എത്രയാണോ പ്രിൻസിപ്പൽ ലെറ്ററിന്റെ ലയബിലിറ്റി അത് തന്നെയാണ് എൻ്റെ ലയബിലിറ്റി വിത്ത് ദാറ്റ് ഓഫ് ദ പ്രിൻസിപ്പൽ ലെറ്റർ അൺലെസ് ഇറ്റ് ഇസ് അതർവൈസ് പ്രൊവൈഡഡ് ഇൻ ദി കോൺട്രാക്ട്. ഇനി ഇങ്ങനെ കോ എക്സ്റ്റെൻസീവ് അല്ല, ഞാൻ ഇത്ര എമൗണ്ട് വരെ ലയബിൾ ആവുള്ളൂ എന്നൊക്കെ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രകാരം, ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എത്രയാണോ പ്രിൻസിപ്പൽ ലെറ്ററിന്റെ ലയബിലിറ്റി അത് തന്നെയാണ് ഷുവർട്ടിയുടെ ലയബിലിറ്റി. സിൻസ് പി failed to pay the remaining installments due to insolvency, S as a guarantor is liable to pay the balance price of the water purifier to R. In the given situation, S will have to pay the balance amount at 30,000. 6,000 4 ഇൻസ്റ്റാൾമെന്റ് അടിച്ചു, അത് നമ്മുടെ ടോട്ടൽ എമൗണ്ട് പ്രൈസിൽ നിന്ന് കുറച്ചു, ബാക്കി 30,000 കൊടുക്കാൻ ലയബിളാണ്. നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിരുന്ന ഫിഗർ ദിസ് വൺ. ഇതാണ് ബാലൻസ് എമൗണ്ട്. സെക്കൻഡ് സിനാരിയോയിൽ ആർ മിസ്റെപ്രസെൻറ്റേഷൻ ചെയ്തു. നമ്മൾ കീവേഡ് കോപ്പർ ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ട് അത് ആക്ച്വലി നോർമൽ ഫിൽറ്റർ ആയിരുന്നു. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി സിറ്റുവേഷൻ മാറും. എന്താവും, മറ്റേ ഷുവർട്ടി അടക്കാൻ ലയബിൾ ആവും എന്നുള്ള കോൺസെപ്റ്റ് ഒന്നും ഇവിടെ വരില്ല. അപ്പോൾ എനി ഗ്യാരണ്ടി വിച്ച് ഹാസ് ബീൻ ഒബ്റ്റെയിൻഡ് ബൈ മീൻസ് ഓഫ് മിസ്റെപ്രസെൻറ്റേഷൻ കൺസേണിങ് എ മെറ്റീരിയൽ പാർട്ട് ഓഫ് ദി ട്രാൻസാക്ഷനിൽ ക്ലിയർലി ബയർ പറഞ്ഞിരുന്നു കോപ്പർ ഫിൽറ്റർ വേണം എന്നുള്ളത്, അവിടെ മിസ്റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടാണ് ചെയ്തത്. ഈസ് എന്താണ് ആൻസർ? ഇൻവാലിഡ്. ഹെൻസ് ദി ഗ്യാരണ്ടി ഒബ്റ്റെയിൻഡ് ബൈ മീൻസ് ഓഫ് മിസ്റെപ്രസെൻറ്റേഷൻ therefore guarantee is invalid. പിന്നെ any guarantee which the creditor has obtained by means of keeping silence material facts. ചില കേസസിലൊക്കെ കോൺട്രാക്ട് ആക്ട് നിങ്ങൾ സൈലന്റ് ആയി നിന്നാൽ ഫ്രോഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു പറയുന്നുണ്ട്. അതും ഇവിടെ ഇൻവാലിഡ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ ഗ്യാരണ്ടി നിൽക്കുന്ന പേഴ്സൺ അതിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ വേണം. അത് മനഃപൂർവ്വം ക്രെഡിറ്റർ മറച്ചു വെച്ചു അല്ലെങ്കിൽ റോങ് ഇൻഫർമേഷൻ തന്നു, ആ കേസിലൊക്കെ ഞാൻ തന്ന ഗ്യാരണ്ടി ഇൻവാലിഡ് ആവും. ആർ മിസ്റെപ്രസെന്റഡ് ദ ഫിൽറ്റർ ടൈപ്പ് ടു ബോത്ത് എസ് ആൻഡ് പി. ദേ വർ അൺഅവെയർ. പ്രിൻസിപ്പൽ ലെറ്ററിനും അറിയില്ല, ഷുവർട്ടിക്കും അറിയില്ല. ക്രെഡിറ്റർ ഹാസ് ഒബ്റ്റെയിൻ ഗ്യാരണ്ടി by remaining silent of a material circumstance, therefore guarantee obtained by S will be considered invalid. അപ്പോൾ ആ കേസിൽ S cannot be held liable to pay the balance amount of water purifier to R. So that was ഒരു ഗ്യാരണ്ടിയിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ 2 സബ് പാർട്സ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് കേസിൽ ബാലൻസ് എമൗണ്ട് കൊടുക്കാൻ ലയബിൾ ആണെന്ന് പറഞ്ഞു. സെക്കൻഡ് കേസിൽ മിസ്റെപ്രസെൻറ്റേഷൻ കോപ്പർ ഫിൽറ്റർ എന്നുള്ള സാധനം ചോദിച്ചിട്ട് സാധാ ഫിൽറ്ററാണ് കൊടുത്തത്. ബൈ മിസ്റ്റേക്ക് പറ്റിയതല്ല, സെല്ലറിന് അറിയായിരുന്നു, എന്നിട്ടും അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഗ്യാരണ്ടി ഇൻവാലിഡ്. Rahul directs Sarthak to sell laptops for him and agrees to give Sarthak 11% of commission on sale price fixed by Rahul. ये क्या है? ഇത് പ്രിൻസിപ്പൽ ഏജന്റ് ലാപ്ടോപ്പ് വിൽക്കാൻ പറഞ്ഞ് ലാപ്ടോപ്പ് വിറ്റാൽ നിങ്ങൾക്ക് 11% കമ്മീഷൻ തരാമെന്ന് പറഞ്ഞു. As government puts a restriction on the import of laptops, Rahul thought the prices of laptops might go up in the near future and he revokes Sarthak's authority for any further sale. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഗവൺമെൻറ് വന്നിട്ട് ഇനി ലാപ്ടോപ്പ് ഇമ്പോർട്ടിൽ റെസ്ട്രിക്ഷൻ വെച്ചു. അതോടുകൂടി ഇന്ത്യയിലേക്ക് വരുന്ന ലാപ്ടോപ്പിൻ്റെ സ്റ്റോക്ക് കുറയും. സ്വാഭാവികമായിട്ടും ഫ്യൂച്ചറിൽ സാധനം വെക്കാനില്ല, ബയേഴ്സ് ഡിമാൻഡ് ചെയ്യുമ്പോൾ നമ്മളടുത്ത് സ്റ്റോക്ക് ഇല്ലാത്ത സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് കൂടും. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ ഈ ഗ്യാരണ്ടി ഏജൻസി റിവോക്ക് ചെയ്യാണ്. അയാൾക്ക് വിൽക്കാനുള്ള അതോറിറ്റി റിവോക്ക് ചെയ്യണം. കാരണം 1 lakh rupees വിൽക്കാന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പ്രിൻസിപ്പൽ എക്സ്പെക്ട് ചെയ്യുന്നത് പ്രൈസ് ഫ്യൂച്ചറിൽ കൂടും എന്നാണ്. Sarthak before receiving the letter at his end sold 5 laptops. പക്ഷേ ഇത് കിട്ടുന്നതിന് മുന്നേ ഓൾറെഡി 5 ലാപ്ടോപ്പ് ഏജന്റ് സെയിൽ ചെയ്തു at the price fixed by Rahul. Sarthak asked 11% commission on the sale of 5 laptops of 1 lakh each. Explain under the provisions of Indian Contract Act. Sale of laptops after revoking Sarthak's authority is binding on Rahul. ബൈൻഡിങ് ഓൺ രാഹുൽ എന്ന് പറഞ്ഞാൽ രാഹുൽ കമ്മീഷൻ കൊടുക്കാൻ ലയബിൾ ആവും. രാഹുൽ പ്രിൻസിപ്പളാണ്, ഇയാൾ ഏജന്റ്. പ്രിൻസിപ്പൽ പറഞ്ഞ പ്രകാരം വിറ്റു. ഇപ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞ് ഞാൻ എന്നോട് വിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ അതോറിറ്റി റിവോക്ക് ചെയ്തില്ലേ. ഏജന്റ് പറഞ്ഞ് ഞാൻ ഓൾറെഡി ആ ഇൻഫർമേഷൻ എൻ്റെ അടുത്ത് കിട്ടുമ്പോഴേക്കും ഞാൻ 5 എണ്ണം വിറ്റു. പിന്നെ വാട്ട് വിൽ ഹാപ്പൻ? സ്വാഭാവികമായിട്ടും ലയബിൾ ആവും. യെസ്, പ്രിൻസിപ്പൽ ഏജന്റിന് കമ്മീഷൻ കൊടുക്കാൻ ലയബിൾ ആവും. എത്ര കമ്മീഷൻ വരുടെ? 5 ലാപ്ടോപ്പിൽ വിറ്റ് ഇൻറ്റു 1 lakh rupees ഈച്ച് ഇൻറ്റു 11% കമ്മീഷൻ. അപ്പോൾ 5 lakhന്റെ 11% എന്ന് പറഞ്ഞാൽ 55,000 rupees കൊടുക്കേണ്ടി വരും. ഇനി ഫ്യൂച്ചറിൽ വിൽക്കാനുള്ള അതോറിറ്റി കഴിഞ്ഞു, ഇനി വിൽക്കാൻ പറ്റില്ല. എത്രയാണ് ഓൾറെഡി ചെയ്തത് അതിന്റെ കമ്മീഷൻ കൊടുക്കാൻ ലയബിൾ ആവും. വെദർ സർത്തക് വിൽ ബി ഏബിൾ ടു റിക്കവർ ഹിസ് കമ്മീഷൻ ഫ്രം രാഹുൽ? ഇഫ് യെസ്, വാട്ട് വിൽ ബി ദി എമൗണ്ട് ഓഫ് സച്ച് കമ്മീഷൻ? യെസ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ബൈൻഡിംഗ് ആണോ? യെസ്, ബൈൻഡിംഗ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എമൗണ്ട് എത്ര? 55,000. അപ്പോൾ ടെർമിനേഷൻ ഓഫ് ഏജൻസ് അതോറിറ്റി ടേക്സ് എഫക്ട് ഓൺ ഏജന്റ് ആൻഡ് ആസ് ടു ദ തേർഡ് പാർട്ടീസ്. ബയറിന്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്നും പ്രിൻസിപ്പൽ അതോറിറ്റി റിവോക്ക് ചെയ്താൽ ആൻഡ്
പ്രിൻസിപ്പൽ അതോറിറ്റി റിവോക്ക് ചെയ്താൽ അത് ഏജന്റിനെ എപ്പോഴാണ് ബാധിക്കുക, അത് തേർഡ് പേഴ്സണിന്റെ പോയിന്റ് ഓഫ് വ്യൂ എപ്പോഴാണ് ബാധിക്കുക? ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ റിവോക്ക് ചെയ്തു എന്നുള്ള കാര്യം, ആ കമ്മ്യൂണിക്കേഷൻ പോയിരിക്കണം. അത് കിട്ടണവരെ ചെയ്ത ട്രാൻസാക്ഷൻസ് ഒക്കെ വാലിഡ് ആണ്. പ്രിൻസിപ്പൽ ഏജന്റിനോടും തേർഡ് പാർട്ടിനോടും ആ ചെയ്ത ട്രാൻസാക്ഷനിൽ ലയബിൾ ആവും. പ്രിൻസിപ്പളിന് ലാപ്ടോപ്പ് തിരിച്ചു വയ്ക്കാൻ പറ്റില്ല ബയർ അടുത്ത്, ഇയാൾക്ക് അതോറിറ്റി ഇല്ലെന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ പ്രിൻസിപ്പലിന് കമ്മീഷൻ അവിടെ ഡിനൈ ചെയ്യാനും പറ്റില്ല ഏജന്റിനോട്. ദ ടെർമിനേഷൻ ഓഫ് അതോറിറ്റി ഓഫ് ഏജന്റ് ഡസ് നോട്ട് സോ ഫാർ ആസ് റിഗാർഡ്സ് ടു ദ ഏജന്റ് അതോറിറ്റി ടെർമിനേറ്റ് ചെയ്തു എന്നുള്ളത് ഏജന്റിനെ ബാധിക്കൂല. ടേക്ക് എഫക്ട് ബിഫോർ ഇറ്റ് ബിക്കംസ് നോൺ ടു ഹിം. അയാൾ അറിയാത്തോടത്തോളം കാലം അയാളെ ബാധിക്കൂല. എപ്പോഴാണ് ഏജന്റിനോട് ഇത് കമ്മ്യൂണിക്കേറ്റഡ് ആയത് അപ്പം മുതൽ അത് എഫക്റ്റീവ് ആവുള്ളൂ. സോ ഫാർ ആസ് റിഗാർഡ്സ് ടു തേർഡ് പേഴ്സൺസ് ബിഫോർ ഇറ്റ് കംസ് നോൺ ടു ദം. തേർഡ് പേഴ്സണിന്റെ പോയിന്റ് ഓഫ് വ്യൂ എപ്പോഴേ തേർഡ് പേഴ്സണെ ബാധിക്കുള്ളൂ. തേർഡ് പേഴ്സൺ ഇതിനെ പറ്റി അറിയണമായിരുന്നു. ഈ ലാപ്ടോപ്പ് വിൽക്കുന്ന ഈ ഏജന്റ് അയാൾക്ക് അത് വിൽക്കാനുള്ള അതോറിറ്റി പ്രിൻസിപ്പൽ റിവോക്ക് ചെയ്തു എന്നുള്ള കാര്യം തേർഡ് പേഴ്സൺ അറിഞ്ഞാൽ മാത്രമേ തേർഡ് പേഴ്സണും ഇത് ബൈൻഡിങ് ആവുള്ളൂ. ഇത് അറിയാതെ അയാൾ വാങ്ങി, ആ സെയിൽ വാലിഡ് ആണ്, നിങ്ങൾക്ക് ഇനി ബയ്യർ എടുക്കുന്ന ലാപ്ടോപ്പ് തിരിച്ചു ചോദിക്കാൻ പറ്റില്ല. ഇൻ ദ ഇൻസ്റ്റന്റ് കേസ് റിവോക്കേഷൻ ഓഫ് സർത്തക്സ് അതോറിറ്റി ബിക്കംസ് എഫക്റ്റീവ് ഓൺലി വെൻ ഇറ്റ് ഇസ് കമ്മ്യൂണിക്കേറ്റഡ് ആൻഡ് റിസീവ്ഡ് ബൈ സർത്തക്. ഇയാൾ ഇതിനെ പറ്റി അറിയുമ്പോൾ മാത്രമേ അത് ബൈൻഡിങ് ആവുള്ളൂ. സിൻസ് സർത്തക് ഹാഡ് നോട്ട് റിസീവ്ഡ് ദ റിവോക്കേഷൻ ലെറ്റർ അറ്റ് ദ ടൈം ഓഫ് സെല്ലിംഗ് ദ ലാപ്ടോപ്സ്, ഹിസ് അതോറിറ്റി ടു സെൽ ഓൺ ബിഹാഫ് ഓഫ് രാഹുൽ വാസ് വാലിഡ്. Hence, the sale of laptops conducted by Sarthak is binding on Rahul. നമ്മൾ ഈ ലോയിൽ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളൊക്കെ വീഡിയോ മൾട്ടിപ്പിൾ ടൈംസ് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊവിഷൻ ഫാക്ട് അനാലിസിസ് കൺക്ലൂഷൻ ഫോക്കസ് കെയർഫുള്ളി എക്സാമിന് പലപ്പോഴും ആയിട്ട് എക്സാമിനർ റിവ്യൂസിലൊക്കെ പറഞ്ഞ് കേൾക്കാം. പ്രൊവിഷനൊക്കെ കറക്റ്റായിട്ട് എഴുതും. അത് ഈ ക്വസ്റ്റ്യനിലേക്ക് എങ്ങനെ അപ്ലൈ ആവുന്നുണ്ട് എന്ന് സ്റ്റുഡൻസ് ക്ലിയർലി എഴുതില്ല. ഇനി അതും എഴുതുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കൺക്ലൂഷൻ എന്താ എന്നുള്ളത് എഴുതുന്നില്ല. കൺക്ലൂഷൻ എഴുതൽ മസ്റ്റാണ്. അവരെന്താണോ ചോദിച്ചത്, ഈ സെയിൽ വാലിഡ് ആവോ, ഇത് ബൈൻഡിങ് ആവോ പ്രിൻസിപ്പലിന്റെ മേലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ എഴുതന്നെ വേണം. സർത്തക് ഇസ് എൻറ്റൈറ്റിൽഡ് ടു റിസീവ് കമ്മീഷൻ ഫോർ സെയിൽ മെയ്ഡ് ബൈ ഹിം വൈൽ ഹി വാസ് സ്റ്റിൽ അണ്ടർ ദി അതോറിറ്റി ടു സെൽ. അപ്പോൾ എത്ര കിട്ടുക അമൗണ്ട് ഓഫ് കമ്മീഷൻ? 5 ലാപ്ടോപ്പ് 1 lakh rupees ഈച്ചാണ് ഫിക്സ് ചെയ്തത്. 5 lakh 11% എന്ന് പറഞ്ഞാൽ 55,000 rupees. നമ്മളിതിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് ദിസ് ഇസ് ദി എമൗണ്ട്. So this question was based on agency. Preeti, minor, falsely age represent ചെയ്തു, കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു, ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ഭയങ്കര പോപ്പുലർ ക്വസ്റ്റ്യൻ ആണ്, എവർഗ്രീൻ ക്വസ്റ്റ്യൻ. അപ്പോൾ മിസ്റ്റർ എമ്മിൻ്റെ അടുത്ത് പ്രീതി ഞാൻ മേജർ ആണെന്ന് ഫോൾസ്ലി ഏജ് റെപ്രസെൻറ്റ് ചെയ്തിട്ട് ലാപ്ടോപ്പ് വാങ്ങാൻ പോയി. എന്നിട്ട് ക്രെഡിറ്റിനാണ് വാങ്ങുന്നത്. 60,000 രൂപേൻ്റെ ലാപ്ടോപ്പ് വാങ്ങുന്നത് 1st August 2022. She promised to pay back the outstanding amount with interest at 16% by 31st July 2023. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ പൈസ ഫുള്ള് തിരിച്ചടക്കാം, 16% ഇൻട്രസ്റ്റ് തിരിച്ചടക്കാം. നല്ല അടിപൊളി ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഷീ ടോൾഡ് ഹിം ദാറ്റ് ഇൻ കേസ് ഇഫ് ഷീ വോണ്ട് ബി ഏബിൾ ടു പേ ദി ഔട്ട്സ്റ്റാൻഡിംഗ് amount, her father Mr. Ram will pay back. പ്രീതി കടക്കാരനോട് പറയണം, അങ്കിൾ നിങ്ങളൊന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ തന്നില്ലെങ്കിൽ പപ്പ പൈസ തരും, പപ്പ റിച്ച് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ തരാം, അടുത്ത കൊല്ലം തരാം, 16% ഇൻട്രസ്റ്റും തരാം. ഇനി ഞാൻ തന്നില്ലെങ്കിൽ പപ്പ പൈസ തരും. കിട്ടൂടാ പൈസ? കിട്ടൂല. മൈനർ ഏജ് ഫോൾസ്ലി റെപ്രസെന്റ് ചെയ്തു. മറ്റേ വാട്ട് വാസ് ഇറ്റ്, ഏജ് മൈനർ ക്യാൻ ഓൾവേസ് പ്ലീഡ് മൈനോറിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഈവൻ ഇഫ് നിങ്ങൾ ഏജ് ഒക്കെ ഫോൾസ്ലി റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ഫ്യൂച്ചറിൽ എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ ഞാൻ മൈനർ ആണെന്ന് പറഞ്ഞാൽ മതി, ഒന്നും ബാധകാവില്ല. റൂൾ ഓഫ് എസ്റ്റോപ്പിൽ ഡസ് നോട്ട് അപ്ലൈ ടു മൈനർ. റോങ് ഇൻഫർമേഷൻ കൊടുത്തു, ഞാൻ മേജർ ആണെന്ന് ഫോൾസ്ലി റെപ്രസെന്റ് ചെയ്തു, അതൊന്നും മൈനർ ഒരു പ്രാവശ്യം ഇതിങ്ങനെ പറഞ്ഞതല്ലേ, അപ്പം ഇനി നിങ്ങൾ ലാബിൾ ആവണം, ഇല്ല, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ല. ഈ കേസിൽ കിട്ടൂല. പപ്പ ലാബിൾ ആവോ? നിങ്ങൾക്ക് ഗാർഡിയനെ ലാബിൾ ആക്കാൻ പറ്റില്ല. ഒരു അതോറിറ്റി നിങ്ങൾക്ക് ഗാർഡിയൻ്റെ അടുത്ത് നിന്ന് കിട്ടാത്തോടത്തോളം കാലം ഗാർഡിയനെ ലാബിൾ ആക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പപ്പ ആരാ പ്രീതിനോട് പറയണം, മോളേജ് പോയി ലാപ്ടോപ്പ് വാങ്ങിക്കാൻ ഞാൻ തരാം. ഏതൊരു അതോറിറ്റി എക്സ്പ്രസ് ആയിട്ട് അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആയിട്ട് ഏതെങ്കിലും ഒരു മെത്തേഡിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം, ഓർ ഇൻ സിമ്പിൾ വേർഡ്സ്, ഈ മൈനർ പപ്പയുടെ ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാത്തോടത്തോളം കാലം ഫാദർ ലയബിൾ ആവില്ല. ഈവൻ ഫോർ നെസസറീസിന് വരെ ലയബിൾ ആവില്ല. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്, അതുകൊണ്ടാണ് ഇത് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. നെസസറീസിന് വരെ. നോർമലി നെസസറീസ് അപ്ലൈ ടു മൈനർ, എസ്റ്റേറ്റിൽ നിന്ന് റിക്കവറി, അത് വേറെ കോൺസെപ്റ്റ്. ഇവിടെ പപ്പ ഉണ്ട്, എന്നിട്ട് മൈനർ പപ്പൻ്റെ അതോറിറ്റി ഇല്ലാതെ നെസസറി വാങ്ങിയാൽ പോലും പപ്പ ലയബിൾ ആവില്ല. ഓക്കെ. After 1 year, when Preeti was asked to pay the outstanding amount with interest, she refused to pay the amount and told the owner that she is a minor. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു പൈസ പോലും എൻ്റെ അടുത്ത് കിട്ടില്ല, സിംഗിൾ പെന്നി എൻ്റെ അടുത്ത് കിട്ടില്ല, ഞാൻ മൈനറാണ്. She will be major on 1st January 2025 and only after that the agreement can be ratified. നോക്കി നിങ്ങൾ, പ്രീതി ഇത്രയും അങ്കിളിനെ പറ്റിച്ച് പറഞ്ഞിട്ട് ഇപ്പോൾ പറയാണ്, പൈസ വെച്ച് പറയാണ്, ഒരു പൈസ പോലും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കിട്ടില്ല, ഞാൻ മൈനറാണ്. ഞാൻ ഷാൻ ഉസ്മാൻ സാറാ സ്റ്റുഡൻ്റ് ആണ്, എന്നെ ക്ലിയർലി പഠിപ്പിച്ചു തന്നിരുന്നു എങ്ങനെയൊക്കെ ആൾക്കാരെ പറ്റിക്കാന്നുണ്ട്. അല്ല, അങ്ങനല്ല, ഐ മീൻ മൈനറിനെ വോയിഡ് ഓഫ് ഇനിഷ്യൂ ആണ്, കോൺട്രാക്ട് ലയബിൾ ആക്കാൻ പറ്റില്ല എന്നുള്ളത് സാറ് പഠിപ്പിച്ചിരുന്നു. ഇത് ഞാൻ പഠിപ്പിച്ചു കൊടുത്തതല്ല കേട്ടോ, എന്ത് വീണ്ടും പറ്റിക്കാൻ. ഇത് ഷീ വിൽ ബിക്കം മേജർ ഓൺ 1st January only after that the agreement can be ratified. ഇത് പറ്റൂടാ, മൈനസ് agreement cannot be ratified.
എക്സ്പ്ലെയിൻ ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് വേസ് മിസ്റ്റർ എം വിൽ സക്സീഡ് ഓൺ റിക്കവറിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട്. ഏതൊക്കെ മെത്തേഡിൽ റിക്കവർ ചെയ്യാൻ പറ്റും? ഒരു മെത്തേഡും ഇല്ല, ഞങ്ങളെ പൈസ പോയി. ബൈ ഫയലിംഗ് എ കേസ് അഗൈൻസ്റ്റ് പ്രീതി എ മൈനർ ഫോർ റിക്കവറിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ഇൻട്രസ്റ്റ്. കിട്ടൂല. വോയിഡ് അബ് ഇനിഷ്യോ, അത് നമ്മൾ എഴുതേണ്ട കീവേഡ് വോയിഡ് അബ് ഇനിഷ്യോ. ഫയലിംഗ് എ കേസ് അഗൈൻസ്റ്റ് മിസ്റ്റർ രാം ഫാദർ. കിട്ടൂല. നമ്മൾ അതിൻ്റെ പ്രൊവിഷൻസ് ഒക്കെ നമ്മളിവിടെ എഴുതിയിരുന്നു. അതോറിറ്റി ഇല്ലാത്തടത്തോളം കാലം നെസസറീസിന് പോലും ഗാർഡിയൻ അല്ലെങ്കിൽ പാരന്റ് ലയബിൾ ആവില്ല. ഫയലിംഗ് കേസ് അഗൈൻസ്റ്റ് പ്രീതി മൈനർ ഫോർ റിക്കവർ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ആഫ്റ്റർ ഷീ അറ്റൈൻസ് മെജോറിറ്റി. അതും കിട്ടൂല. മൈനസ് എഗ്രിമെന്റ് കനോട്ട് ബി റാറ്റിഫൈഡ്. ചുരുക്കി പറഞ്ഞാൽ പൈസ പോയി. മൈനർ ഇസ് നോട്ട് കോമ്പറ്റന്റ്. അപ്പോൾ വോയിഡ് ഫ്രം ദ വെരി ബിഗിനിങ്. അതിനാണ് നമ്മൾ ലാറ്റിനിൽ പറഞ്ഞത് വോയിഡ് അബ് ഇനിഷ്യോ. അപ്പോൾ എം വിൽ നോട്ട് സക്സീഡ് റിക്കവറിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട്. മൈനർ ആയി നിൽക്കുമ്പോൾ കിട്ടൂല. കനോട്ട് ബൈൻഡ് പാരന്റ് ഓർ ഗാർഡിയൻ. മൈനർ കനോട്ട് ബൈൻഡ്. അപ്പോൾ ഇൻ ദി ആബ്സെൻസ് ഓഫ് അതോറിറ്റി ഇല്ലാത്തടത്തോളം കാലം, അതോറിറ്റി എങ്ങനെ എക്സ്പ്രസ് ആയിട്ട് അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആയിട്ട്, ഒന്നെങ്കിൽ ഫാദർ റിട്ടൺ ആയിട്ട് അല്ലെങ്കിൽ സ്പോക്കൺ ആയിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ എന്താണ് ഫാദർ ആക്ഷൻസിലൂടെ അല്ലെങ്കിൽ വാങ്ങുമെന്ന് അറിഞ്ഞിട്ടും ഫാദർ മോളെ തടഞ്ഞില്ല, പെർമിറ്റ് ചെയ്യുന്ന രീതിയിലാക്കി, നീ വാങ്ങിക്കോ ഞാൻ തരാമെന്നുള്ള രീതിയിൽ ഇംപ്ലൈഡ് ആയിട്ട് കൊടുത്താലും ആ കേസസിലൊക്കെ ഓക്കെ ലയബിൾ ആവും. അതൊന്നും ഇല്ലാത്തടത്തോളം കാലം ഫാദർ ലയബിൾ ആവില്ല. എ മൈനർ ഇസ് നോട്ട് കേപ്പബിൾ ഓഫ് ബൈൻഡിങ് ദ പാരന്റ് ഓർ ഗാർഡിയൻ ഈവൻ ഫോർ നെസസറീസ് മൈനർ വാങ്ങിയാൽ പോലും പാരന്റ് ലയബിൾ ആവില്ല. പാരന്റ്സ് വിൽ ബി ഹെൽഡ് ലയബിൾ ഓൺലി വെൻ ദ ചൈൽഡ് ഇസ് ആക്ടിങ് ആസ് ഏജന്റ് ഫോർ പാരന്റ്സ്. അപ്പോൾ ഈ കേസിൽ സെല്ലർ വിൽ നോട്ട് സക്സീഡ്. ഈ കേസിൽ ഫാദറിനൊന്നും കിട്ടൂല. ഇനി നോ റാറ്റിഫിക്കേഷൻ ആഫ്റ്റർ അറ്റൈനിങ് മെജോറിറ്റി. മേജർ ആയി കഴിഞ്ഞാൽ റാറ്റിഫിക്കേഷൻ പോസിബിൾ അല്ല. വാട്ട് ഈസ് റാറ്റിഫിക്കേഷൻ? സബ്സിക്വന്റ് അപ്രൂവൽ. മൈനർ ആയ സമയത്ത് ഒരുപാട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു, മേജർ ആയി കഴിഞ്ഞിട്ട് പറയാൻ ഞാനതൊക്കെ അപ്രൂവ് ചെയ്യണം. ഇല്ല, ആ കോൺസെപ്റ്റ് പോസിബിൾ അല്ല. മൈനർ ആയ സമയത്ത് എൻ്റർ ചെയ്ത കോൺട്രാക്ട് വോയിഡ് അബ് ഇനിഷ്യൂ ആണ്. ഒരു വോയിഡ് ആയിട്ടുള്ള സാധനം നിങ്ങൾക്ക് ഒരിക്കലും ഇനി വീണ്ടും വാലിഡ് ആക്കാനും പറ്റൂല. ഹെൻസ് ഇൻ ദിസ് കേസ് സെല്ലർ വിൽ നോട്ട് സക്സീഡ് ഇൻ റിക്കവറിംഗ് ദ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ആഫ്റ്റർ ഷീ അറ്റൈൻസ് മെജോറിറ്റി. സോ ദാറ്റ് വാസ് അബൌട്ട് മൈനർ. അങ്ങനത്തെ മൾട്ടിപ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സാമിൽ മൾട്ടിപ്പിൾ ടൈംസ് വന്നിട്ടുണ്ട്. ദെൻ എൽ ലെറ്റ് ഔട്ട് ഇസ് റെസിഡൻഷ്യൽ ഹൗസ് ടു എം. എല്ലിൻ്റെ വീട് എമ്മിന് റെൻറ്റിന് കൊടുത്തു. 50,000 പെർ മന്ത് 1 ഇയറിന്. അക്കോർഡിംഗ് ടു ദ റെന്റ് അഗ്രിമെന്റ് ഇലക്ട്രിസിറ്റി ബിൽ വിൽ ബി പെയ്ഡ് ബൈ എൽ. എല്ലാണ് ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കുക. 50,000 പെർ മന്തിനാണ് വീട് വാടക കൊടുത്ത് വീടിൻ്റെ ഓണർ തന്നെ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കും. ബട്ട് എൽ കുഡ് നോട്ട് പേ ദ ഇലക്ട്രിസിറ്റി ഡ്യൂസ് അപ് ടു 5 months ഡ്യൂ ടു ഹിസ് ഫിനാൻഷ്യൽ ഹാർഡ്ഷിപ്പ്. ഇയാൾക്ക് കുറച്ച് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടി ഒക്കെ ഉള്ളത് കാരണം ഇലക്ട്രിസിറ്റി ബില്ല് അടക്കാൻ പറ്റിയില്ല. ഇലക്ട്രിസിറ്റി ബോർഡ് സെൻഡ് എ നോട്ടീസ് ഓഫ് ഡിസ്കണക്ഷൻ. അപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് പറഞ്ഞ് നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. ഇഫ് നോട്ട് പെയ്ഡ് വിത്തിൻ എ വീക്സ് ടൈം. ടു അവോയ്ഡ് ഓൾ ദിസ് നൗ ഫോക്കസ് കെയർഫുള്ളി. ഓക്കെ, ഇവിടെ എം പോയിട്ട് പൈസ അടക്കുകയാണ്. ആരടക്കേണ്ട പൈസ? എല്ലാം അടക്കേണ്ട പൈസ. സോ ദ ക്വസ്റ്റ്യൻ ഇസ്, ഇയാൾക്ക് അത് റിക്കവർ ചെയ്യാൻ പറ്റുമോ? നമ്മൾ കോസി കോൺട്രാക്റ്റിൽ പറയുന്നുണ്ട്. കോസി കോൺട്രാക്റ്റിൽ വേറൊരാൾ ലീഗലി ബൗണ്ട് ആയിട്ടുള്ള ഒരു എമൗണ്ട്, വേറൊരാൾ അടക്കാൻ ലയബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് ഞാൻ അടച്ചു കഴിഞ്ഞാൽ, അത് ഞാൻ എന്തിനടച്ചു? ഞാൻ വോളണ്ടറിലി അടച്ചതല്ല, ഞാൻ എൻ്റെ സ്വന്തം ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അടച്ചതാണ്. വാട്ട് ഇസ് ദ ഇൻട്രസ്റ്റ് ഓവർ ഹിയർ? ഇയാളാണ് ഇപ്പോൾ വീട്ടിൽ താമസിക്കണത്. എല്ല് പൈസ അടച്ചില്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് കണക്ഷൻ കട്ടാക്കും. ഇയാളാണത് കാരണം സഫർ ചെയ്യാൻ പോണത്. അടച്ച എമൗണ്ട് വേറെ ആൾ ലീഗലി അടക്കാൻ ബൗണ്ട് ആയിട്ടുള്ള സംഭവമാണ്. ഇത് നമുക്ക് കോസി കോൺട്രാക്ട്. വാട്ട് ഇസ് കോസി കോൺട്രാക്ട്? ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ് ഓഫ് എ കോൺട്രാക്ട്. നിയമം പറയാണ് രണ്ട് പാർട്ടീസ് ഇപ്പോൾ കോൺട്രാക്റ്റിലാണ്. ഇവിടെ ഒരിക്കലും എമ്മിനോട് പറഞ്ഞിട്ടില്ല ഇതിൻ്റെ ബിഹാഫിൽ അടച്ചോ ഞാൻ എനിക്ക് പൈസ തരാം. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും, ഇവർ തമ്മിൽ കോൺട്രാക്ട് ഇല്ലെങ്കിൽ പോലും, വേറൊരാൾ ലീഗലി ബൗണ്ട് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഞാൻ എൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അടച്ചാൽ എനിക്കത് ഇയാളുടെ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും അണ്ടർ കോസി കോൺട്രാക്ട്. ലേറ്റർ എൽ refused to reimburse the 50,000 and argued that 50,000 per month ഇതാണല്ലോ ഇത് ഇലക്ട്രിസിറ്റി ബില്ല് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ടോ? Later L refused to reimburse the 50,000 and argued that he has paid the bill voluntarily because of his own interest. Decide with reference to the provisions of Indian Contract Act whether M is entitled to be reimbursed by L. Reimbursement കിട്ടുമെന്നുള്ള അമൗണ്ടിന് അവിടെ കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ വായിച്ചത് തെറ്റിയാണോ അറിയില്ല. ഇലക്ട്രിസിറ്റി ബില്ല് 50,000 ആണ്. ഓക്കെ, അടിപൊളി. റെന്റ് 50,000 വേറെ, ഇത് ഇലക്ട്രിസിറ്റി ബില്ല്. അപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചു, അത് തിരിച്ചു ചോദിച്ചാണ്, അത് ഇയാൾ കൊടുക്കുന്നില്ല. കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. യെസ്, കിട്ടും. ആസ് പെർ സെക്ഷൻ 69 ഇൻട്രസ്റ്റഡ് ഇൻ ദ പേയ്മെന്റ് ഓഫ് മണി, വേറെ ആൾ അടക്കാൻ ലയബിൾ ആയിട്ടുള്ള എമൗണ്ട് അത് നമുക്ക് റിയംബേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ഇപ്പോൾ കീവേഡ്സ്? ഇൻട്രസ്റ്റഡ് ഇൻ ദ പേയ്മെന്റ് ഓഫ് ദി മണി. ഇതാണ് നമ്മൾ വോളണ്ടറിലി അടച്ചതല്ല, എൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അടച്ചു എന്ന് പറഞ്ഞില്ലേ, ആ പോയിന്റ് വരുന്നത്.
വേറെ ലീഗലി ബൗണ്ട് ആയിട്ടുള്ള amount ആണ്. അത് ഓൾറെഡി ആ ഹൗസ് ഓണർ അടക്കേണ്ട amount ആണ് ഞാൻ അടച്ചത്. അപ്പോൾ ഈ കേസിൽ ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചു, ഡിസ്കണക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഹെൻസ് എം ഈസ് എൻറ്റൈറ്റിൽഡ് ടു ബി റിയംബേഴ്സ്ഡ് 50,000. അതാണ് നമ്മുടെ കൺക്ലൂഷൻ, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5 തന്നെ നെക്സ്റ്റ് പാർട്ട്. എ ഓഫേർഡ് ടു സെൽ 25 ചെയർസ് ടു ബി. അപ്പോൾ എ ബിക്ക് 25 ചെയർസ് വിൽക്കാന്ന് പറഞ്ഞു. 25 ചെയർ അറ്റ് 1,500 per chair. ഓക്കെ, 12th ഫെബ്രുവരിക്കാണത് ഓഫർ കൊടുത്തത്. എ പ്രോമിസ്ഡ് ബി ദാറ്റ് ഹി വുഡ് കീപ് ദി ഓഫർ ഓപ്പൺ ടിൽ 15th ഫെബ്രുവരി എനിക്ക് ഓഫർ ഓപ്പൺ ആയി കിടക്കുകയാണ്, എനിക്ക് എപ്പോൾ വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം എന്ന് എ ബിനോട് പറഞ്ഞു. ഇത് ഓഫർ കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ, ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അവർ 13th Feb, ഇതൊക്കെ നടന്നത് 12th Febനാണ്. 13th Febന് ഹി സോൾഡ് ദോസ് ചെയർസ് ടു സി അറ്റ് 1,700. ബിക്ക് അപ്പുറത്ത് ഓഫർ കൊടുത്തിട്ട് ഇവിടെ സിക്ക് അതൊക്കെ 1,700 വിറ്റു വിത്തൗട്ട് നോളജ് ഓഫ് ബി. ബി കമ്മ്യൂണിക്കേറ്റഡ് ദ ആക്സെപ്റ്റൻസ് ഓഫ് ദി അബോവ് ഓൺ 14th February. അഡ്വൈസ് വിത്ത് റെഫറൻസ് ടു പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് വെദർ ബി ക്യാൻ ക്ലെയിം ഡാമേജ് ഫ്രം എ. ഡാമേജ് കോൺട്രാക്ടിൻ്റെ ബ്രീച്ചിലേക്ക് കിട്ടുള്ളൂ. ഇവർ തമ്മിൽ കോൺട്രാക്ട് ആയോ, കോൺട്രാക്ട് ആയിട്ടില്ല. അപ്പോൾ ഈ 15th വരെ ടൈം ഉണ്ടെന്നുള്ളതിൻ്റെ റെലവൻസ് എന്താ? 12th ഞാൻ നിങ്ങൾക്ക് ഓഫർ തന്നിട്ട് ഞാൻ പറയണത് ചെയർസ് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് 1,500 വാങ്ങാം, 15th വരെ ടൈം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഓഫർ ഓപ്പൺ ആയി കിടക്കുന്ന പീരീഡാണ്. നിങ്ങൾ എന്നോട് 16th വന്നിട്ട് നിങ്ങൾ എന്നോട് പറയണത് എൻ്റെ ചെയർ 1,500 വാങ്ങാം എന്ന് പറയുമ്പോൾ അത് അക്സെപ്റ്റൻസ് അല്ല, കാരണം ഓഫറിൻ്റെ ടൈം പീരീഡ് കഴിഞ്ഞു. പിന്നെ നിങ്ങൾ 16th എനിക്ക് തരുന്നത് നമ്മൾ ഫ്രഷ് ഓഫറായിട്ട് ട്രീറ്റ് ചെയ്യുക, ഞാൻ ആ തീരുമാനിക്കുക വിൽക്കണോ വേണ്ടേ എന്നുള്ളത്. അതാണ് ഓഫറിൻ്റെ ടൈം പീരീഡിൻ്റെ റെലവൻസ്. ആ ടൈം പീരീഡിൻ്റെ ഓഫറിൻ്റെ ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈം പീരീഡിൻ്റെ ഉള്ളിൽ ആക്സെപ്റ്റ് ചെയ്യണം. ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഓഫർ ലാപ്സ് ആവും. നിങ്ങൾ ഓഫർ ടൈം പീരീഡ് കഴിഞ്ഞിട്ടാണ് ആക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആക്സെപ്റ്റൻസ് ഇൻവാലിഡ് ആണ്, ഓഫർ ലാപ്സ് ആയി. അത്രയേ ഉള്ളൂ റെലവൻസ്. പക്ഷേ ഇയാളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തടത്തോളം കാലം ഇത് വേറെ ആൾക്ക് വിറ്റാൽ ഈ സെയിൽ വാലിഡ് ആണ്. അവിടെ ബിക്ക് ഡാമേജ് ഒന്നും കിട്ടൂല, കാരണം ഇവർ തമ്മിൽ ബൈൻഡിങ് കോൺട്രാക്റ്റ് ഇല്ല. എ പ്രൊപ്പോസൽ ക്യാൻ ബി റിവോക്ഡ് അറ്റ് എനി ടൈം ബിഫോർ ദി കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഇസ് കംപ്ലീറ്റ് ആസ് അഗെയിൻസ്റ്റ് ദ പ്രൊപ്പോസർ. കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവണവരെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും റിവോക്ക് ചെയ്യാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഇവിടെ വന്നിട്ടില്ല, നിങ്ങൾക്ക് തന്ന ഓഫർ ഞാൻ വേറെ ആൾക്കത് വിൽക്കുക എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു നിങ്ങൾക്ക് തന്ന ഓഫർ ഞാൻ റിവോക്ക് ചെയ്തു. അക്കോർഡിംഗ്ലി an offer may be revoked by offerer before its acceptance even though he had originally agreed to hold it open for a definite period of time. ഞാൻ 15th വരെ ഓപ്പൺ ആക്കി വെക്കാം എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാത്തടത്തോളം കാലം എനിക്കത് എന്ത് ചെയ്യാം, റിവോക്ക് ചെയ്യാൻ പറ്റും. സോ ലോങ് ആസ് ഇറ്റ് ഇസ് മിയർ ഓഫർ ഇറ്റ് ക്യാൻ ബി വിത്ഡ്രോൺ വെനെവർ ദ ഓഫർ ഡിസൈഡ്സ്. ഓഫറൊക്കെ എപ്പോൾ വേണമെങ്കിലും ഇത് ഓഫറായി നിൽക്കണം അത്രയും കാലം വരെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും, ക്യാൻസൽ ചെയ്യാൻ പറ്റും. ബി കനോട്ട് ക്ലെയിം ഡാമേജസ് ഫ്രം എ ബിക്കോസ് ഓഫർ മെയ്ഡ് ബൈ എ ഇസ് മിയർ ഓഫർ ആൻഡ് ഇറ്റ് ക്യാൻ ബി വിത്ഡ്രോൺ ബൈ വെനെവർ എ ഡിസൈഡ്സ്. ഡാമേജ് കിട്ടില്ല, കാരണം ഡാമേജ് എപ്പോഴും കിട്ടുള്ളൂ. കോൺട്രാക്ട് ആയി, ഞാൻ നിങ്ങൾക്ക് 1,500 വിൽക്കാമെന്ന് പറഞ്ഞു, അസ്യൂം 13th ബി പറയാണ് ഞാൻ വാങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോൺട്രാക്ട് ആയി. പിന്നെ നിങ്ങൾ 14th വിറ്റു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബിക്ക് ഉണ്ടായ ലോസ് ഡാമേജ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇവിടെ ആക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. എ ഓർഫനേജ് റൺ ചെയ്യുന്നുണ്ട്. ആളെ ഫ്രണ്ട് എസ് വന്നിട്ട് പറയാണ് ഞാൻ 2 ലക്ഷം റുപ്യ ഡൊണേഷൻ തരാം, ചാരിറ്റി. നോർമലി തിരിച്ച് കൺസിഡറേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കോൺട്രാക്ട് വാലിഡ് ആവില്ല. ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് എ ചൈൽഡ് ഹു വാസ് സഫറിംഗ് ഫ്രം ക്യാൻസർ ഓൺ എമർജൻസി എ ഇൻകേർഡ് 1,50,000 ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ചൈൽഡ്. അപ്പോൾ ഇയാൾ ചാരിറ്റി കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്തു. അപ്പോൾ പ്രോമിസർ എസ്, പ്രോമിസി എ, ഈ പ്രോമിസിൻ്റെ ബേസിസിൽ ഇയാൾ എക്സ്പെൻസ് ഇൻകറും ചെയ്തു. ഇനി റിക്കവർ ചെയ്യാൻ പറ്റും. നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട് എന്നുള്ള ടോപ്പിക്കിൽ നോർമലി ഒരാൾ പ്രോമിസ് കൊടുത്തു, പൈസ കൊടുത്തില്ല, കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ കൊടുത്ത പ്രോമിസിൻ്റെ ബേസിസിൽ പ്രോമിസി, ആ പ്രോമിസ് കിട്ടിയ പേഴ്സൺ എന്തെങ്കിലും എക്സ്പെൻസ് ഇൻകർ ചെയ്താൽ, എന്തെങ്കിലും ലയബിലിറ്റി ഇൻകർ ചെയ്താൽ അവിടെ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. അപ്പം പ്രോമിസ് ചെയ്തത് 2 lakh ആണ്, എക്സ്പെൻസ് ഇൻകർ ചെയ്തത് 1,50,000 ആണ്, ഇൻകർ ചെയ്ത അത്രയും എക്സ്പെൻസ് വരെ റിക്കവർ ചെയ്യാം. വെദർ എ ക്യാൻ ക്ലെയിം 1,50,000 ഫ്രം എസ് വിത്ത് റെഫറൻസ് ടു പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. യെസ്, നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട് എന്നുള്ളതാണ് ജനറൽ റൂള്. എഗ്രിമെൻറ്റ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ഇസ് വോയിഡ്. പക്ഷേ അതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ടായിരുന്നു, അത് വാലിഡ് ആവുന്ന കേസസ് ഉണ്ട്. അതിലൊന്നാണ് ചാരിറ്റി. ഇഫ് പ്രോമിസി അണ്ടർടേക്സ് ദ ലയബിലിറ്റി ഓൺ ദ പ്രോമിസ് ഓഫ് പേഴ്സൺ ടു കോൺട്രിബ്യൂട്ട് ടു ചാരിറ്റി. പ്രോമിസ് ഓഫ് പേഴ്സൺ ടു കോൺട്രിബ്യൂട്ട് ടു ചാരിറ്റി തരാമെന്ന് പറഞ്ഞ പേഴ്സൺ, അതായത് പ്രോമിസർ. പ്രോമിസറിൻ്റെ പ്രോമിസിൻ്റെ ബേസിസിൽ പ്രോമിസി എന്തെങ്കിലും ലയബിലിറ്റി ഏറ്റെടുത്താൽ കോൺട്രാക്ട് ഇസ് വാലിഡ്. അപ്പോൾ ഈ കേസിൽ എക്ക് 1,50,000 എസിൻ്റെ അടുത്ത് ക്ലെയിം ചെയ്യാൻ പറ്റും. സോഹൻ, വെൽത്തി ഇൻഡിവിജ്വൽ, പ്രൊവൈഡഡ് 80,000 ടു മുകേഷ്. ഇതും മുന്നേ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 80,000 കൊടുത്തു എന്ന് 26th
ഫെബ്രുവരിക്ക് കൊടുത്തു, 26th February. Okay. The borrower Mukesh asked for a further loan of 1,50,000. ഇയാൾ വീണ്ടും പൈസ വെച്ചു. Sohan agreed but provided the loan on different dates. He provided 1 lakh on 28th. അപ്പോൾ 28th 1 lakh കൊടുത്തു. പിന്നെ 50,000 3rd March. 50,000 3rd March. 10th March Mukesh, while paying off part rupees 75,000. 10th March മുകേഷ് 75,000 അടക്കാണ്. Sohan to Sohan insisted that the lender should adjust 50,000 towards the loan taken on 3rd March. ഞാൻ ഈ തന്ന പൈസയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ 3rd Marchലേക്ക് 50,000 അഡ്ജസ്റ്റ് ചെയ്യണം. ബാക്കി എത്ര ഉണ്ടാവും? ബാക്കി 25,000 ഉണ്ടാവും. ടു ബി അഡ്ജസ്റ്റ് ഓൺ 26th Feb. ബാക്കി 25,000 26th Febലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് എം ആരാ? എം ഡെറ്റർ ആണ്. എസ് ആരാ? എസ് ക്രെഡിറ്റർ ആണ്. Sohan objected to this arrangement and asked the borrower to adjust in the order of the time. Sohan പറയണതൊന്നും പറ്റൂല, നമ്മൾ ഓർഡർ ഓഫ് ടൈം സീക്വൻസിലാണ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത്. വെദർ ദി കണ്ടൻഷൻ ഓഫ് എം കറക്റ്റ് ആണോ അല്ലേ ആസ് പെർ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെൻറ്റ്സ് ഉള്ള ടോപ്പിക് ഉണ്ട്. അവിടെ പറയുന്നത് ഫസ്റ്റ് 3 points ആയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് പൈസ കൊടുക്കുന്ന ആളുടെ ഡിസ്ക്രിപ്ഷനാണ്. അതായത് ഡെറ്റർ പൈസ തരുന്ന ആള് പൈസ തരുന്ന സമയത്ത് തന്നെ പറയാണ് ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ക്രെഡിറ്റർ അത് എഗ്രീം ചെയ്താൽ അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ക്രെഡിറ്ററിന് വേണമെങ്കിൽ അപ്പം തന്നെ ഒബ്ജക്റ്റ് ചെയ്യാം കേട്ടോ. ഒബ്ജക്റ്റ് ചെയ്തില്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി എയ്തർ നിങ്ങൾ എക്സ്പ്രസ് ആയിട്ട് പറഞ്ഞു അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആയിട്ട്. എക്സ്പ്രസ് ആണ് സ്പെസിഫിക്കലി കൊടുക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞു. ഇംപ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഒന്നും പറഞ്ഞതൊന്നുമില്ല, വേറെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് മൾട്ടിപ്പിൾ എമൗണ്ട് ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ, എന്താണ് ക്രെഡിറ്ററും ഡെറ്ററും തമ്മിൽ. ഒരു 5,000, ഒരു 7,532 എമൗണ്ടിൻ്റെ, പിന്നെ ഒരു 9,000. എന്നിട്ട് ഇയാൾ പേ ചെയ്യാണ് 7,532 എന്ന് പറഞ്ഞ എമൗണ്ട്. എന്നിട്ട് ഏതിക്കാ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എക്സാക്ട് മാച്ച് ആവുന്ന എമൗണ്ട് ആകുമ്പോൾ അവിടെ ഡെറ്റർ ഇംപ്ലൈഡ് ആയിട്ട് പറയാണ് ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അതാണ് ഇംപ്ലൈഡ്. സോ എയ്തർ ഡെറ്റർ എക്സ്പ്രസ് ആയിട്ട് അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അതിലേക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി ഡെറ്റർ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ക്രെഡിറ്ററിന് റൈറ്റ് ഉണ്ട്, അയാൾക്ക് ഏതിലേക്കും അഡ്ജസ്റ്റ് ചെയ്യുക, ഇൻക്ലൂഡിങ് ടൈം ബാർ ഡെറ്റിലേക്കും പറ്റും. ഇനി രണ്ടാളും ചെയ്യുന്നില്ലെങ്കിൽ ഓർഡർ ഓഫ് ടൈം അനുസരിച്ച് നമ്മൾ ചെയ്യും. ട്രാൻസാക്ഷൻ നടന്ന ബേസിസിൽ അവിടെയും ടൈം ബാർ ഡെറ്റ് പറ്റും. ഇനി അവിടെ സെയിം ഡേറ്റിലുള്ള 2 ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രൊപ്പോർഷനേറ്റ്ലി 2ലേക്കും അഡ്ജസ്റ്റ് ചെയ്യും. പ്രൊപ്പോർഷനേറ്റ്ലി. ഇങ്ങനെയാണ് അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെൻറ്റിൻ്റെ റൂൾസ് വരുന്നത്. അപ്പോൾ ഈ കേസിൽ മുകേഷിന് അങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റുമോ? യെസ്, പറ്റും. വാട്ട് വുഡ് ബി ദി ആൻസർ ഇഫ് ബോറോവർ ഡസ് നോട്ട് ഇൻസിസ്റ്റ്? ഡെറ്റർ ഒന്നും പറയുന്നില്ല, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ക്രെഡിറ്ററിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അയാൾ പറഞ്ഞ വരെ അയാൾക്ക് ചെയ്യാം. ഇനി മോഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് അപ്രോപ്രിയേഷൻ ഓഫ് സച്ച് പേയ്മെൻറ്റ് ഇനി നെയ്തർ സോഹൻ നോർ മുകേഷ്, ഡെറ്ററോ ക്രെഡിറ്ററോ ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? വി ഹാഡ് മെൻഷൻ ഓൾ ദി പ്രൊവിഷൻസ് ഓഫ് ഹിയർ. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കേസ് സ്റ്റഡി എന്നുള്ള രീതിയിൽ ചോദിച്ചു എന്ന് മാത്രം. അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെൻറ്റ്, ഡെറ്റർ മൾട്ടിപ്പിൾ എമൗണ്ട് കൊടുക്കാനുണ്ട് സെയിം ക്രെഡിറ്ററിന്, എന്നിട്ട് പേയ്മെൻറ്റ് ചെയ്യാണ്. അതൊരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ മീറ്റ് ചെയ്യാൻ മാത്രം സഫീഷ്യൻറ്റ് എമൗണ്ട് ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് സെറ്റ് ചെയ്യാൻ മാത്രം ഇല്ല എങ്കിൽ പേയ്മെൻറ്റ് ഷുഡ് ബി അപ്രോപ്രിയേറ്റഡ് ആസ് പെർ ദി പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. അപ്പോൾ അവിടെ പറഞ്ഞാൽ എന്താ? ഡെറ്റ് ഇനി വീണ്ടും സെയിം സാധനം റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇവിടുന്നാണ് നമുക്ക് ആവശ്യമുള്ള സാധനം. ഇവിടെ ഇപ്പോൾ ഈ സാധനം നമ്മൾ മാർക്ക് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഇവിടുന്നാണ് നമുക്ക് ആവശ്യമുള്ള സാധനം. Where debtor owing several distinct debts to one person makes payment to him either with express intimation or under circumstances implying. അതായത് ഈ പോയിന്റ് ഒന്നെങ്കിൽ നിങ്ങൾ എക്സ്പ്രസ് ആയിട്ട് അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആയിട്ട് ഏതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ഇംപ്ലൈഡ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ that payment should be applied to the discharge of the same particular debt. The payment, if accepted, must be applied accordingly. ഇവിടെ if accepted എന്ന പോയിന്റ് ഉണ്ടല്ലോ, അതാണ് കാണിക്കുന്നത്. ക്രെഡിറ്ററിന് വേണമെങ്കിൽ അപ്പം തന്നെ ഒബ്ജക്ഷൻ റേസ് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് പറ്റില്ല എന്ന് പറയാം. പക്ഷേ ആ പേയ്മെൻറ്റ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെറ്റർ പറഞ്ഞ പ്രകാരം ചെയ്യണം. സോ ഫസ്റ്റ് പോയിന്റ്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പവർ കൊടുക്കുന്ന ഡെറ്ററിനാണ്. പൈസ കൊടുക്കുന്ന ആൾക്കാണ് റൈറ്റ് ഉള്ളത് ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയാൻ. Therefore, contention of Mukesh is correct and can specify the manner. അയാൾക്ക് അങ്ങനെ വാദിക്കാൻ പറ്റുമോ? യെസ്, പറ്റും. ആരാ മുകേഷ്? ആരാ? ഡെറ്റർ. ഇനി whether debtor has omitted to intimate and there is no other circumstance indicating whether the which debt the payment is to be applied. ഡെറ്റർ പറഞ്ഞതുമില്ല, ഇംപ്ലൈഡ് ആയിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അമൗണ്ട് മാച്ചിങ് ആയിട്ടുള്ള കേസല്ല. അപ്പോൾ നമ്മൾ ഈ എക്സാമ്പിളൊക്കെ അമൗണ്ട് മാച്ചിങ് ചെയ്യുന്നു. ഇവിടെ 7,532 തന്നാൽ 7,532ലേക്കാണ്, അതുമില്ല, ഏതിലേക്കാന്ന് പറഞ്ഞിട്ടില്ല. ഇൻ സച്ച് കേസസ് എന്താ?
ക്രെഡിറ്ററിന് ചെയ്യാൻ പറ്റും. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ക്രെഡിറ്റർ മേ അപ്ലൈ ടു ഹിസ് ഡിസ്ക്രിപ്ഷൻ. അയാൾ ഇഷ്ടമനുസരിച്ച് അത് അപ്രോപ്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഡ്യൂ പേബിൾ ഹിം വെദർ ഇറ്റ്സ് റിക്കവറി ഈസ് ഓർ ഈസ് നോട്ട് ബാർഡ് ബൈ ലോ. അത് ടൈം ബാർഡ് ആയാലും ഇല്ലെങ്കിലും അതിലേക്ക് അപ്രോപ്രിയേറ്റ് ചെയ്യാം. ഇതിന് ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ടൈം ബാർഡ് ആയ ഡെറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചിട്ട് യെസ് പറ്റും. ഹെൻസ് മുകേഷ് ഫെയിൽ ആയാൽ, ഡെറ്റർ ഫെയിൽ ആയാൽ സോഹൻ ക്യാൻ അപ്രോപ്രിയേറ്റ് ദ പേയ്മെന്റ് ആസ് പെർ ഹിസ് ചോയ്സ്. ക്രെഡിറ്ററിന് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് സ്റ്റെപ്പ് ആരും ചെയ്തില്ല. അപ്പം എന്തുണ്ടാവുക? അപ്പോൾ ഓർഡർ ഓഫ് ടൈം അനുസരിച്ച് വെദർ ദേ ആർ ഓർ നോട്ട് ബാർഡ് ബൈ ലോ, ടൈം ബാർഡ് ആയാലും ഇല്ലെങ്കിലും പറ്റും. ഇനി ഈക്വൽ സ്റ്റാൻഡിങ്, അതായത് സെയിം ഡേറ്റ് ആണെങ്കിൽ പ്രൊപ്പോർഷനേറ്റ്ലി നമുക്ക് അപ്രോപ്രിയേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ആരും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അപ്രോപ്രിയേഷൻ ഓഫ് ഡെറ്റ്സ് ഓർ പാർട്ട് പേയ്മെന്റ്, അപ്രോപ്രിയേഷൻ ക്യാൻ ബി മേഡ് പ്രൊപ്പോർഷൻ ടു ഡെറ്റ്സ്. പ്രൊപ്പോർഷൻ ടു ഡെറ്റ്സ് ഈ പോയിന്റ്സ് തന്നെ ഇവിടെ എഴുതുന്നതാണ് ബെറ്റർ. പ്രൊപ്പോർഷൻ ടു ഡെറ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാധികം പ്രൊപ്പോർഷനേറ്റ്ലി എന്നുള്ളതല്ല, ഓർഡർ ഓഫ് ടൈമിനനുസരിച്ച്. കാരണം പല ഡേറ്റിലാണ്, ഒരേ ഡേറ്റ് അല്ല, ഈ പല ഡേറ്റിലാണ് നടന്നത്. അപ്പോൾ ഓർഡർ ഓഫ് ടൈം അനുസരിച്ച് സെയിം ഡേറ്റ് ഉണ്ടെങ്കിൽ പ്രൊപ്പോർഷനേറ്റ്ലി അതിൽ ടൈം ബാർഡ് ആയാലും കുഴപ്പമില്ല. ദാറ്റ് വാസ് അബൌട്ട് അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെന്റ്. ഐ വുഡ് ഓൾവേസ് സജസ്റ്റ് ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഇങ്ങനെ ഈ ഡേറ്റും അമൗണ്ട് എഴുതിയിടുക. മറ്റേ നമ്മൾ ആൻസർ എഴുതുമ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഡേറ്റ്സിന് നമ്മൾ നോക്കേണ്ടി വരും. സെയിം അപ്ലൈസ് ഫോർ നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ഇപ്പോൾ കംപ്ലീറ്റ് ആയി, റിവോക്കേഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയി, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ. സോ മെയിൻ പോയിന്റ്സ് ഒക്കെ നമ്മൾ എഴുതിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ടൈം ഒരുപാട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. S and R made a contract wherein S agreed to deliver paper cup manufacture machine to R and receive payment on delivery. S ഒരു മെഷീൻ കൊടുക്കാന്ന് പറഞ്ഞു. കൊടുക്കുന്ന സമയത്ത് തന്നെ R എന്ത് കൊടുക്കും? പൈസ കൊടുക്കും. On delivery date, R did not pay the agreed price. Decide whether S is bound to fulfill the promise. R ഡ്യൂ ഡേറ്റിൽ ഇയാൾ മെഷീനുമായിട്ട് പോകുമ്പോൾ മറ്റേ ആൾ പൈസ തരുന്നില്ലെങ്കിൽ എസും പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മളെ ഓർഡർ ഓഫ് പെർഫോമൻസ് ഉള്ള സാധനം ഉണ്ടായിരുന്നു. ഓർഡർ ഓഫ് പെർഫോമൻസ് യൂണിറ്റ് 4 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. അപ്പോൾ അവിടെ റെസിപ്രോക്കൽ പ്രോമിസസ്, രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ട് പ്രോമിസ് കൊടുത്തു. സൈമിൾട്ടേനിയസ് പെർഫോമൻസ് എന്നുള്ള ടോപ്പിക് ഉണ്ടായിരുന്നു. ഒരേ ഡേറ്റിൽ ഒരേ സമയത്ത് രണ്ടാളും പെർഫോം ചെയ്യാനുള്ള കേസ് ഇയാൾ എപ്പോഴേ ലാബിൾ ആവുള്ളൂ, മറ്റേ ആൾ ലാബിൾ ആയാൽ മാത്രമേ ഇയാളും ലാബിൾ ആവുള്ളൂ. പ്രോമിസി പെർഫോം ചെയ്യാൻ ലാബിൾ അല്ലെങ്കിൽ റെഡി അല്ലെങ്കിൽ പ്രോമിസറും അയാൾ പ്രോമിസ് പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല. When a contract consists of reciprocal promises, ഇതാണ് നമ്മൾ കീവേഡ്സ് കേട്ടോ. സൈമിൾട്ടേനിയസ്ലി പെർഫോം, റെസിപ്രോക്കൽ പ്രോമിസസിന്റെ ഇതാണ് മെയിൻ ടോപ്പിക്. അതിൻ്റെ അണ്ടറിലുള്ള ഒരു സബ് പോയിന്റ് ആണ് സൈമിൾട്ടേനിയസ്. സൈമിൾട്ടേനിയസ് ആണ് രണ്ടാൾ ഒന്നിച്ച് പെർഫോം ചെയ്യേണ്ട പ്രോമിസ് ആണ്. നോട്ട് ലൈക്ക് ഒരാൾ 10th സെപ്റ്റംബറിന് മെഷീൻ തരാം, മറ്റേ ആൾ 20th സെപ്റ്റംബറിന് ക്യാഷ് തരാം. അതല്ല, അതാകുമ്പോൾ ഓർഡർ ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്ന് തരും എന്നുള്ളത്. ഇത് അതൊന്നും പറഞ്ഞിട്ടില്ല. രണ്ടാൾ ഒരേ ഡേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോമിസ് പെർഫോം ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ no promiser need to perform his promise unless the promisee is ready and willing to perform his reciprocal promise. Promisee perform ചെയ്യാത്തടത്തോളം കാലം പ്രോമിസറും പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല. Such promises constitute concurrent conditions and the performance of one promise is conditional on the performance of the other. Performance of one promise is conditional on the performance of the other. ഞാൻ നിങ്ങൾക്ക് ഈ മെഷീൻ തരാം എന്നുള്ള പ്രോമിസ് എന്ത് കണ്ടീഷനിലാണ് ഡിപ്പെൻഡൻറ്റ്? നിങ്ങൾ എനിക്ക് പൈസ തരാം എന്ന് പറഞ്ഞ പ്രോമിസിലാണ് ഡിപ്പെൻഡൻറ്റ്. നിങ്ങൾ തരാണെങ്കിൽ മാത്രമേ ഞാൻ മെഷീൻ തരാൻ ലയബിൾ ആവുള്ളൂ. If one of the promises is not performed, the other need not be performed. അപ്പോൾ ഈ പ്രൊവിഷൻ പ്രകാരം S is not bound to deliver the goods to R. കാരണം R പൈസ തരുന്നില്ല. Y has given loan to G. Y ജിക്ക് ലോണ് 30 ലക്ഷം. G defaulted, due date, debt time barred ആയി. After time barred, G agreed to settle the full amount to Y. Whether acceptance of time barred ഇത് വാലിഡ് ആവുമോ എന്നുള്ളത്. നോർമലി നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട്. ടൈം ബാർഡ് ഡെറ്റ് നിയമം പറയണമെങ്കിൽ നിങ്ങൾ ലയബിൾ ആവില്ല. വൈന് ജീൻ്റെ അടുത്ത് കേസ് ഫയൽ ചെയ്തിട്ട് റിക്കവർ ചെയ്യാനും പറ്റില്ല. ടൈം ബാർഡ് ഡെറ്റ് എന്താ സാധനം? ലിമിറ്റേഷൻ ആക്ട് പ്രകാരം ഒരു ഡെറ്റിൻ്റെ ഡ്യൂ ഡേറ്റും കഴിഞ്ഞിട്ട് 3 വർഷം കാലാവധി, 3 വർഷം. അതിൻ്റെ ഉള്ളിൽ ആ എമൗണ്ട് റിക്കവർ ചെയ്യാനുള്ള യാതൊരു ആക്ഷൻ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഡെറ്റ് ടൈം ബാർഡായി. ഇനി നിങ്ങൾക്ക് ജീനെതിരെ കേസ് ഫയൽ ചെയ്യാനും പറ്റില്ല, ജി അത് തരാനും ലയബിൾ അല്ല. പക്ഷെ അങ്ങനത്തെ ഒരു എമൗണ്ട് ജി തന്നെ സ്വയം പ്രോമിസ് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് കമ്മിങ് അണ്ടർ ദി കോൺസെപ്റ്റ് പ്രോമിസ് ടു പേ ടൈം ബാർഡ് ഡെറ്റ്. ഇത് നോ കൺസിഡറേഷൻ ഈസ് ഈക്വൽ ടു നോ കോൺട്രാക്ട് എന്നുള്ള റൂളിൻ്റെ എക്സെപ്ഷനിൽ പെട്ട പോയിന്റ് ആയിരുന്നു. പ്രോമിസ് ടു പേ ടൈം ബാർഡ് ഡെറ്റ്. അങ്ങനെ കൊടുത്ത പ്രോമിസ് വാലിഡ് ആവും ഇഫ് ഇത് റിട്ടൺ ആൻഡ് സൈൻഡ് ആണെങ്കിൽ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് വാലിഡ് ആണ്. ആ റിട്ടൺ സൈൻ എന്നുള്ള കണ്ടീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോമിസ് ടു പേ ടൈം ബാർഡ് ഡെറ്റ് അതാണ് നമ്മുടെ ടോപ്പിക്. വെദർ വേറെ പ്രോമിസ് ഇൻ റൈറ്റിംഗ് സൈൻഡ്, ഈ 2 കണ്ടീഷൻസ് അവിടെ മെൻഷൻ ചെയ്തിട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. ബൈ ദ പേഴ്സൺ മേക്കിംഗ് ഇറ്റ്, അതാരാ? നമ്മളെ ഈ കേസിൽ ജി, അയാളാണ് പൈസ തരാമെന്ന് പറഞ്ഞത്.
ഓർ ഇസ് ഓതറൈസ് ഏജന്റ്, അല്ലെങ്കിൽ ജി അപ്പോയിന്റ് ചെയ്ത ഏജന്റ് ഈ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താലും മതി. പ്രിൻസിപ്പൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ അതോറിറ്റി ഉണ്ട്, അത് ഏജന്റിന് ചെയ്യാൻ അതോറിറ്റി ഉണ്ട്. ഈസ് മെയ്ഡ് ടു പേ എ ഡെറ്റ് ബാർഡ് ബൈ ലിമിറ്റേഷൻ ഇസ് വാലിഡ് വിതൗട്ട് കൺസിഡറേഷൻ. അത് ഈവൻ ദോ ഇറ്റ് ഇസ് വിതൗട്ട് കൺസിഡറേഷൻ അത് വാലിഡ് ആവും. In the given case, loan given by Y to G, time barred I, G agreed to make the payment of full amount to Y. Referring to the above provisions, contract entered between the parties post time barred debt എന്ന് പറഞ്ഞാൽ post എന്ന് പറഞ്ഞാൽ after. Pre, before, post, after is valid. G is bound to pay the agreed amount to Y provided the above mentioned conditions are fulfilled. കണ്ടീഷൻസിനെ പറ്റി ക്വസ്റ്റ്യനിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളത് എഴുതി കൊടുക്കണം, എന്നിട്ട് മെൻഷൻ ചെയ്യണം. എഗ്രി ടു സെറ്റിൽ ദ ഫുൾ എമൗണ്ട് എന്ന് വെറുതെ ഓർലി പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ സൈൻ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ സാറേ നമുക്ക് വേണമെങ്കിൽ ഇത് ഇൻവാലിഡ് എന്ന് പറഞ്ഞൂടെ, കാരണം അത് റിട്ടേൺ അല്ലെങ്കിൽ സൈൻ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഒരു പ്രാവശ്യം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചൊരു ക്വസ്റ്റ്യനിൽ അവർ കണ്ടീഷൻസ് പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മളത് വാലിഡ് ആവോ ആവില്ല എന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെ ആൻസർ ചെയ്ത് നോക്കുക. ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് വാലിഡ് ആവും പ്രൊവൈഡഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ബെറ്റർ നമ്മളും ഈ പാറ്റേൺ ഫോളോ ചെയ്യുന്നതാണ്. ക്വസ്റ്റ്യനിൽ എല്ലാ പോയിന്റ്സും തരണം എന്നില്ല, നമ്മൾ എടുക്കുന്ന അസംഷൻസ്, നമ്മൾ എഴുതുന്ന വർക്കിംഗ് നോട്ട്സ് വരെ മാർക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാം വാലിഡ് ആവും പ്രൊവൈഡഡ്, അതായത് കണ്ടീഷൻ ഉണ്ട്, അത് റിട്ടേൺ ആവണം, സൈൻഡ് ആവണം. ക്വസ്റ്റ്യനിൽ ഇഫ് അവർ പറയുന്നത് റിട്ടേൺ ഒന്നല്ല ഓറലാണ്, അപ്പോൾ നമ്മൾ ഇൻവാലിഡിനെ പറയുള്ളൂ. അല്ലെങ്കിൽ സൈൻഡ് അല്ല, റിട്ടേൺ ആണ് സൈൻഡ് അല്ല, അപ്പോൾ ഇൻവാലിഡിനെ പറയുള്ളൂ. പ്രൊവിഷൻ പാരഗ്രാഫിൽ ഫുൾ എഴുതും, കൺക്ലൂഷനിൽ വാലിഡ് അല്ല എന്ന് പറയുമായിരുന്നു. ഈ കേസിൽ ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ നമ്മൾ പ്രൊവിഷൻ എഴുതി കൊടുത്തു, പിന്നെ നമ്മൾ പറയുന്ന കൺക്ലൂഷനിൽ വാലിഡ് ആവും, മേലെ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവണം. എന്താ കണ്ടീഷൻസ്? റിട്ടേൺ ആവണം, സൈൻഡ് ആവണം. Some objects and considerations are unlawful. Define any six with reference to provisions of Indian Contract Act. Object and consideration unlawful ആയുള്ള കേസസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ദാറ്റ് ഇസ് എ ഡയറക്റ്റ് ക്വസ്റ്റൻ ഓവർ ഹിയർ. അത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല, ഒരുപാട് പോയിന്റ്സ് ഉണ്ടായിരുന്നു, അത് നമ്മളിവിടെ മെൻഷൻ ചെയ്തു. വിത്ത് ദാറ്റ് നമ്മൾ കോൺട്രാക്ട് ആക്ടിൻ്റെ RTP ഡിസ്കഷൻ കംപ്ലീറ്റ് ആയി. ദിസ് വാസ് എ വെരി ലെങ്തി. ഞാൻ മാക്സിമം ഷോർട്ടായിട്ട് കുറഞ്ഞ ടൈമിൽ ഡിസ്കസ് ചെയ്യാൻ നോക്കിയതാണ്. ബട്ട് എനിവേസ് കോൺട്രാക്ട് ആക്ട് ആണ് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനിലും കോൺട്രാക്ട് ആക്ടിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ചെയ്യും. So that's it about RTP discussion for CA Foundation September 26 exam law paper. നമ്മളൊരു സ്റ്റുഡൻറ്റ് സപ്പോർട്ട് കമ്മ്യൂണിറ്റി ഉണ്ട്, വെർബൈ നമ്മൾ കുറച്ച് റെഗുലർ ബേസിസിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്ത് MCQ എന്നുള്ള പാറ്റേണിലാണ് ഡ്രാഫ്റ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. കാരണം ഡിസ്ക്രിപ്റ്റീവ് ഞങ്ങൾക്ക് തന്ന് നിങ്ങൾ ആൻസർ അയച്ച് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആണോ ചെക്ക് ചെയ്യാൻ എൻ്റെ അടുത്ത് ആകെയുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് MCQ ഡ്രാഫ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ബേസിസിൽ കുറച്ച് ട്രിക്കി MCQ ആണ് ഞാൻ ഡ്രാഫ്റ്റ് ചെയ്യാറുള്ളത്. എന്നിട്ട് അതിൻ്റെ ബേസിസിൽ നിങ്ങളെ ആൻസേഴ്സ് പിക്ക് ചെയ്ത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഏതാണെന്നുള്ള മെൻഷനും ചെയ്യും, അതിൻ്റെ റീസൺ എന്താണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യും. അവർ ഇൻറ്റൻഷൻ ഇസ് എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിവിഷൻ, നോ മാറ്റർ വിച്ച് അവർ സബ്ജക്റ്റ് സ്റ്റഡി, നിങ്ങൾ ചിലപ്പോൾ അക്കൗണ്ട്സ് പഠിക്കുകയാരം, എക്കണോമിക്സ് പഠിക്കുകയാരം, ഒന്ന് നമ്മൾ ആ ഡിസ്കഷൻ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങളെ ലോൻ്റെ റിവിഷൻ അതിൻ്റെ കൂടെ കഴിഞ്ഞ് പോകും. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട്. സോ വെർബൈ തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ് അതെയർ ചോദിക്കുന്ന ഡൗട്ട്സ് നമ്മളതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനിയും ഇഫ് നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ അത് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ഇറ്റ് വുഡ് ആക്ട് ആസ് എ റിവിഷൻ. ഇഫ് യു ഹാവൻ ജോയിൻഡ് ഇറ്റ്, ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. യാ, വിഷ് ഓൾ ദ ബെസ്റ്റ്.